ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നീതാസ് രുചി ആർട്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തേങ്ങ വറുത്തരച്ച ഞണ്ട് കറിയാണ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് ഞണ്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്യണം. ഈ ഞണ്ട് ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. ഇനി ഇതിനാവശ്യമായ തേങ്ങ എടുക്കാം. നല്ല മൂത്ത തേങ്ങ നോക്കി വേണം എടുക്കാൻ. ഞാനിവിടെ ഒരു വലിയ അരമുറി തേങ്ങ ഇതേപോലെ ചിരകി എടുത്തിട്ടുണ്ട്. ഈ തേങ്ങാപ്പീരയെല്ലാം ഒരേപോലെയാണ് ചിരകി എടുത്തത്. കുറച്ച് വലിയ തേങ്ങാപ്പീരയായിട്ടാണ് ചിരകി എടുക്കുന്നതെങ്കിൽ അത് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് കറക്കി എടുത്താൽ മതി. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കണം. ഈ ഒരു പാൻ ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി 2-3 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തീ കുറച്ച് തന്നെ വെച്ച് വേണം ഇതൊന്ന് ഇളക്കിയെടുക്കാൻ. കുറച്ചൊരു ക്ഷമയോടുകൂടി വേണം ഇതൊന്ന് ഇളക്കിയെടുക്കാൻ. ഇങ്ങനെ ഇളക്കി ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഞാനിതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെയാണ് ചേർക്കുന്നത്. അത് ഈ തേങ്ങയൊന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് ചേർക്കുന്നത്. പൊടിപ്പിക്കാത്ത മുളകും മല്ലിയൊക്കെയാണ് ചേർക്കുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ തേങ്ങ ഇങ്ങനെ വറുത്തെടുക്കുന്ന കൂട്ടത്തിൽ അതും കൂടെ ഇട്ട് കൊടുത്ത് അതങ്ങ് മൂപ്പിച്ചെടുത്താലും മതി. തീ കൂട്ടിയിട്ട് ഇത് മൂപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് മൂത്ത് കിട്ടും. പക്ഷെ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് കുറഞ്ഞ തീയിൽ തന്നെ വെച്ച് കുറച്ച് സമയം എടുത്ത് ഇത് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതങ്ങ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിയുമ്പം ഈ തേങ്ങാപ്പീര ഇനി അങ്ങ് പെട്ടെന്ന് മൂത്ത് കിട്ടിക്കോളും. ഇതിപ്പം നല്ല ബ്രൗൺ കളർ പോലെ ആയിട്ടുണ്ട്. ഇതൊന്നും കൂടി ഒന്ന് മൂത്ത് കിട്ടണം. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. ഇനി ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരുപാട് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല. ഇനി 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം. ഈ പൊടികളുടെ എല്ലാം പച്ചമണം എല്ലാം ഒന്ന് മാറിക്കിട്ടി നല്ലൊരു മൂത്ത മണം വരുന്നുണ്ട്. തേങ്ങയും ഈ മസാലപ്പൊടികളും ഒക്കെ കൂടെ ചേരുമ്പോൾ നല്ലൊരു മണമാണ്. ഇപ്പോൾ ഇതെല്ലാം പാകത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇനി ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് സമയം കൂടെ ഈ ഫ്രൈ പാനിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊന്നും കൂടി മൂത്ത് പോകും. അതുകൊണ്ട് ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ കറിയിലേക്ക് വഴറ്റിയെടുക്കുന്നതിന് ആവശ്യമായ സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ മീഡിയം സൈസ് ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. ഇനി ഈ സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കുക. ഇതൊന്ന് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഇതിലേക്ക് ഇനി ചതച്ചാണ് എടുക്കുന്നത്. ഇനി ഇത് ഈ ഇടികല്ലിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ചതച്ചെടുക്കാം. ഇനി ഇത് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം കറിയിലേക്ക് വഴറ്റുന്നതിന് ആവശ്യമായ സാധനങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അരപ്പും കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കുന്നതിന് മുന്നേ ഇതൊന്ന് പൊടിച്ചെടുക്കണം.
മിക്സിയുടെ ജാറിൽ വെള്ളമയം ഒന്നും ഉണ്ടാവാതെ വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാൻ. അമ്മിക്കല്ലുള്ളവർക്ക് ഇത് അമ്മിക്കല്ലിൽ വെച്ച് പൊടിച്ചെടുക്കുമ്പം നല്ലതുപോലെ എണ്ണ തെളിഞ്ഞ് കിട്ടും. ഇവിടെ ഇപ്പോൾ അമ്മിക്കല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് മിക്സിയുടെ ജാറിലിട്ട് ഇത് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. എണ്ണ കുറച്ചൊന്ന് തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം. അരപ്പ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞണ്ട് ക്ലീൻ ചെയ്യാം. ഞണ്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ കൊടുക്കാം. ഇപ്പം ഞാൻ ഞണ്ടെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞണ്ട് കറി ഉണ്ടാക്കാം. ഒരു മൺചട്ടി ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഈ പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കണം. ഇതിപ്പം ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാലും മതി, ഒരുപാടങ്ങ് മൂത്ത് പോകണ്ട. ഇപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ടും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഞണ്ടും കൂടെ ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ നീല കളറിലെ ഞണ്ടാണ് എടുത്തത്. ഇതിപ്പോൾ ആവി വരുന്നതിനനുസരിച്ച് അതിൻ്റെ കളർ മാറി ചുവപ്പ് കളർ പോലെ ആകുന്നുണ്ട്. ഞണ്ടൊന്ന് വെന്ത് വരുമ്പോൾ അതിൻ്റെ കളർ ചുവന്ന കളർ പോലെ ആയി വരുന്നുണ്ട്. ഇപ്പോൾ ആവിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞണ്ടൊക്കെ വേകുമ്പോൾ ഒരു മണം വരുമല്ലോ, ആ മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. അത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിക്കാം. ഇപ്പം പാകത്തിനുള്ള ഗ്രേവി ആയിട്ടുണ്ട്. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പും പുളിയും ചേർക്കണം. ഇപ്പം കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിതിൽ ചേർക്കുന്നത് പിഴുപുളിയാണ്. പിഴുപുളി എന്ന് വെച്ചാൽ വാളൻ പുളിയാണ്. കുറച്ച് പിഴുപുളി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവശ്യത്തിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിയുടെ അളവ് കൂടിപ്പോകരുത്, ആവശ്യത്തിന് മാത്രം പുളി ചേർക്കാം. ഇപ്പം കറിയിൽ ആവശ്യത്തിന് പുളിയും ഉപ്പും എരിവും ഒക്കെ ഉണ്ട്. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഇപ്പം കറി നല്ലതുപോലെ വറ്റി വരുന്നുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് കൊടുക്കാം. കുറഞ്ഞ തീയിൽ കിടന്ന് ഒന്നും കൂടി ഈ കറിയുടെ ചാറൊന്ന് കുറുകി വരണം. കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ചട്ടിക്ക് നല്ല ചൂടുണ്ട്, അതുകൊണ്ട് കുറച്ച് സമയം കൂടെ ഈ കറി ഒന്ന് തിളച്ചുകൊണ്ടിരിക്കും. ഇതൊന്നും കൂടി ഒന്ന് കുറുകി കിട്ടും. ഇനി നമുക്കിതിലേക്ക് കടുകും കൂടി താളിച്ച് ചേർക്കാം.
ഇനി ഇതൊന്ന് അടച്ച് വെക്കാം. ഇനി നമുക്ക് കടുക് താളിക്കാനൊരു പാൻ ചൂടാക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. കടുകും ഉലുവയും പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉള്ളി മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് 2-3 വറ്റൽമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ മൂത്ത് വരുന്നുണ്ട്. ഇനി സ്റ്റൗ ഓഫാക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒരുപാട് മൂത്ത് പോകരുത്, അതുകൊണ്ടാണ് സ്റ്റൗ ഓഫാക്കിയത്. ഇനി ഇതിലേക്ക് എപ്പോഴും ചെയ്യാറുള്ളത് പോലെ 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ ഈ കടുക് താളിച്ച എണ്ണയ്ക്ക് നല്ലൊരു മണം കിട്ടും. ഇത് നമ്മൾ കറിയിലേക്ക് ഒഴിക്കുമ്പം കറിക്ക് നല്ലൊരു നിറം കിട്ടുകയും ചെയ്യും. ഇനി ഇത് നമുക്ക് ഞണ്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ഈ കടുക് താളിച്ച എണ്ണയുടെ മണമെല്ലാം ഈ കറിയിലൊന്ന് ആയി കിട്ടും. ഇപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തരച്ച ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കപ്പയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. തേങ്ങ വറുത്തരച്ച് വെച്ച ഈ ഒരു ഞണ്ട് കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനി മറ്റൊരു റെസിപ്പിയുമായി വരാം. താങ്ക് യു.